ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഗ്രാമം വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഗ്രാമത്തിലെ അല്ല, മലയാള നാടകവേദിയുടെ തന്നെ അഭിമാനമായി മാറിയ പകരവയ്ക്കാൻ ഇല്ലാത്ത ആഖ്യാന ശൈലിയുടെ പെരുന്തച്ഛനായ ശ്രീ രാജൻ കിഴക്കനാടിനെ കുറിച്ചാണ്. നാടകലോകത്തെ സീരിയൽ സിനിമ തിരക്കഥാകൃത്ത് മലയാള നാടകവേദിയുടെ വിസ്മരിക്കാൻ പറ്റാത്ത അമരക്കാരൻ. നമസ്കാരം സാർ. നമ്മുടെ ഗ്രാമത്തിൻ്റെ അഭിമാനമായ സാറിനെ ഈ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. എത്ര വർഷമായി അങ്ങ് ഈ കലാജീവിതത്തിലേക്ക് കടന്നിട്ട്? 1982 മുതലാണ് ഞാൻ സജീവമായിട്ട് ഈ നാടക രംഗത്തേക്ക് 82. അത് നമ്മുടെ ഈ ആദ്യം അമച്ചർ നാടകങ്ങളാണ് എഴുതിയത്. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അവതരിപ്പിക്കാൻ വേണ്ടി സത്രം, കബന്ധങ്ങൾ, വൽമീകം, സൗപ്തികം എന്നീ നാടകങ്ങളാണ് ആദ്യകാലത്ത് എഴുതിയത്. അത് കേരളമെമ്പാടുമുള്ള സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുകയും സമ്മാനങ്ങൾ നേടുകയും ഉണ്ടായി ഈ നാടകങ്ങളൊക്കെ. അങ്ങനെയാണ് എൻ്റെ നാടക രചനയുടെ തുടക്കം. നമ്മുടെ ഗ്രാമം അല്ലെങ്കിൽ ഈ കിഴക്കനേല എന്തുമാത്രം അങ്ങയുടെ ജീവിതത്തെ, അങ്ങയുടെ കലാജീവിതത്തെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? ഈ ഗ്രാമം പല വിധത്തിലും എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒന്നാമത് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് ഈ ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ്. പാറയും അവിടുത്തെ ക്ഷേത്രവും നാഗരികാവ്, അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ നാഗപ്പാട്ട്, ആഘോഷങ്ങൾ, ഇതെല്ലാം എന്നെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള വസ്തുതകളാണ്. മലയാള നാടക ചരിത്രത്തിൽ മിത്തുകളെ അവലംബിച്ച് നാടകങ്ങൾ രചിച്ചിട്ടുണ്ടെന്ന് സാറാണെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി മിത്തുകളെ അവലംബിക്കാൻ കാരണം ഞാൻ ജനിച്ചു വളർന്ന തറവാട്ടിൽ ഈ നമ്മുടെ ഈ പുരാണങ്ങളെക്കുറിച്ച് ശരിക്ക് ഗ്രാഹ്യമുള്ള പണ്ഡിതന്മാരൊക്കെ ഉള്ള ഒരു തറവാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. പ്രത്യേകിച്ചും എൻ്റെ അമ്മയുടെ പിതാവായിരുന്ന വേലുപ്പിള്ള എന്ന് പറയുന്ന അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ്. അദ്ദേഹത്തിൽ നിന്ന് ധാരാളം കഥകളും പുരാണങ്ങളുമൊക്കെ ഞാൻ കേൾക്കുകയും അവ എന്നെ വല്ലാതെ സ്വാധീനിക്കുകയും പിൽക്കാലത്ത് മിത്തിനെ അവലംബിച്ച് നാടകം എഴുതാൻ അത് പ്രേരക ശക്തിയാവുകയും ചെയ്തു എന്നതാണ്. ഈ പുരാണങ്ങളെ കൂടാതെ ചരിത്രം, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ എനിക്ക് പല തരത്തിലുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് എനിക്ക് ആദ്യം ജോലി കിട്ടിയത് കേരളത്തിലെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. അവിടെ തെയ്യങ്ങളുടെ നാടാണ്. അന്ന് ഞാൻ പ്രസിദ്ധനൊന്നും ആയില്ലെങ്കിൽ ഞാൻ ഈ തെയ്യം പറകളിലെല്ലാം പോയി ആ തെയ്യങ്ങളെയെല്ലാം കണ്ടു. അതിൻ്റെ പിന്നിലുള്ള ആചാരങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യ കഥകൾ ഇതെല്ലാം മനസ്സിലാക്കി ഒരു വൻ അറിവിൻ്റെ ശേഖരവുമായി പയ്യന്നൂരിൽ നിന്ന് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തി. ആ അറിവ് ആണ് പിൽക്കാലത്ത് തെയ്യം, കതിവനൂർ വീരൻ, മാക്കപ്പോലി തുടങ്ങിയ പ്രസിദ്ധമായ നാടകങ്ങൾ എഴുതാൻ എനിക്ക് പ്രേരണ കിട്ടി. അപ്പോൾ ഇങ്ങനെ വായിച്ചും കണ്ടും കേട്ടും ഉള്ള അറിവും ഈ മിത്തുകളുടെ ആ ഒരു ശക്തി, അതിന് ഇന്നത്തെ ലോകത്തുള്ള പ്രസക്തി, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ മിത്തുകളിലേക്ക് തിരിഞ്ഞത്. ഉദാഹരണമായിട്ടിപ്പോൾ മാക്കപ്പോതി എന്നൊരു നാടകം ഞാൻ എഴുതുകയുണ്ടായി. തെയ്യത്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്.
അത് ഒരുപാട് വേദികൾ കളിച്ചതാണ്. അപ്പോൾ ഏതൊരു പുരുഷൻ്റെയും വളർച്ചയ്ക്ക് പിന്നിൽ ഒരു സ്ത്രീയുടെ ശക്തി ഉണ്ടാകാമെന്ന് പറയുമല്ലോ. അതുപോലെ ഏതൊരു സ്ത്രീ വിഘടന കഥയ്ക്ക് പിന്നിലും സ്ത്രീകളുടെ കരങ്ങളുണ്ടാകാം എന്ന ഒരു തത്വത്തെയാണ് ആ നാടകത്തിലൂടെ ഞാൻ അനാവരണം ചെയ്യുന്നത്. അപ്പം വെറും പഴയ മിത്തുകളെടുത്ത് അത് അവതരിപ്പിക്കുമ്പോൾ പഴമയിൽ തന്നെ നിൽക്കുന്നില്ല, പുത്തൻ സമൂഹത്തെ അതിന് പ്രസക്തി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് നാടകരചന നിർവഹിച്ചിട്ടുള്ളത്. അന്ന് ഇതുവരെ രചിച്ചതും സംവിധാനം ചെയ്തതുമായ നാടകങ്ങളും സിനിമാ തിരക്കഥകളും ഏതൊക്കെയാണെന്നും അതിനെക്കുറിച്ചൊന്ന് കുറച്ച് പറയാമോ? ഞാൻ ആദ്യകാലത്ത് സംവിധാനമൊന്നുമില്ലായിരുന്നു, രചന മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അമേശ്വർ നാടകങ്ങളായ സത്രം, കബന്ധങ്ങൾ, സൗത്തികം, വൽമീകം എന്നീ നാടകങ്ങളാണ് ആദ്യകാലത്ത് ഞാൻ എഴുതിയിരുന്നത്. അത് പല മത്സരവേദികളിലും അവതരിപ്പിക്കാൻ ഞങ്ങൾ പോകുമായിരുന്നു. പ്രതിഭാ തിയേറ്റേഴ്സ് കിഴക്കനയിൽ എന്ന് പറഞ്ഞൊരു കൊച്ചു സമിതി ഉണ്ടായി. അപ്പോൾ അതിൽ അശോക് കുമാർ എന്ന് പറഞ്ഞ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടിരുന്ന് റിട്ടയർ ചെയ്ത അശോക് കുമാർ സാറാണ് അതിലെ പ്രധാന വേഷങ്ങൾ എഴുതുന്നത്, സംവിധാനം ചെയ്തിരുന്നത്. വൽമീകം എന്ന നാടകം കാമ്പിശ്ശേരി മെമ്മോറിയൽ നാടക മത്സരത്തിൽ കൊല്ലത്ത് അവതരിപ്പിച്ചപ്പോൾ ഏറ്റവും മികച്ച നാടകം, മികച്ച നടൻ, മികച്ച രചന, അങ്ങനെ അനവധി സമ്മാനങ്ങൾ അന്ന് നേടുകയുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രൊഫഷണൽ നാടകങ്ങളിലേക്ക് തിരിയുന്നത്. ആദ്യകാലത്ത് എഴുതിയ ഒരു നടിയെയൊക്കെ വച്ച് എഴുതിയ നാടകമാണ് ദശാസന്ധി. ഒരു നടി, ബാക്കി എല്ലാം പുരുഷന്മാരും ആയിട്ട് അങ്ങനെ അവരെഴുതിയത്. ആ നാടകം ഈ കിഴക്കനയുടെ നാഗരികാവ് ഉത്സവത്തിന് അവതരിപ്പിച്ചപ്പോൾ പ്രൊഫഷണൽ നാടക നടനും സംവിധായകനുമായ കരകുളം ചന്ദ്രൻ ആ നാടകം മൊത്തം കാണാനിടയാവുകയും എന്നിലെ നാടകകൃത്തിനെ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ പിന്നെ വലിയ സമിതികൾക്ക് വേണ്ടി പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് എഴുതിയ വലിയ പ്രൊഫഷണൽ സ്ട്രീമിന് വേണ്ടി ആദ്യമായിട്ട് എഴുതിയ നാടകമാണ് ദീപം സന്ധ്യാദീപം. അത് കരകുളം ചന്ദ്രൻ, പട്ടപ്പറമ്പിൽ പീതാംബരൻ, പൂജപ്പുര രഞ്ജൻ, പരമൂർ രാമചന്ദ്രൻ തുടങ്ങിയ വലിയ നടിമാരുമൊക്കെ അഭിനയിച്ച നാടകമാണ് ദീപം സന്ധ്യാദീപം. അത് കഴിഞ്ഞ് ആ നാടകം ക്ലിക്കായപ്പോഴേക്കും കാതിയൻ കൈലം ഉണ്ണികൃഷ്ണൻ അദ്ദേഹം എന്നെ തേടി വന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സമിതിയുണ്ട്, അതുല്യ. അദ്ദേഹത്തിൻ്റെ സമിതിക്ക് വേണ്ടി ഒരു നാടകം എഴുതണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി എഴുതിയ നാടകമാണ് ആരവം മുഴക്കുന്ന കാട്ടുപക്ഷികൾ. വളരെ പേര് കേട്ട നാടകമായിരുന്നു. എല്ലാം കുമരകൻ രഘുനാഥ്, KGP മേനോൻ, കരിക്കകം മണി തുടങ്ങിയ കുട്ടികളത്തി വിലാസിനി തുടങ്ങിയ വൻ താരനിരയായിരുന്നു അവരുള്ളത്. അതും വളരെ വിജയമായി. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ കൊച്ചിൻ സംഘമിത്ര, തിരുവനന്തപുരം കേരള തിയേറ്റേഴ്സ്, തിരുവനന്തപുരം അശ്വതി, കൊച്ചിൻ സംഘമിത്ര, അങ്ങനെയുള്ള വലിയ വലിയ സമിതികൾ എന്നെ അന്വേഷിച്ച് വരികയും അവർക്ക് വേണ്ടി ഞാൻ നാടകം എഴുതുകയും ചെയ്തു. പിന്നെ എന്നല്ലേ അറിയേണ്ടത്. അങ്ങനെ നാടകം എഴുതി വരവേ തിരക്കുള്ള സംവിധായകരായ കരകുളം ചന്ദ്രൻ, സതീഷ് സംഘമിത്ര, KPSC അസീസ് തുടങ്ങിയവരാണ് എൻ്റെ നാടകം സംവിധാനം ചെയ്തത്. അവർക്ക് തിരക്ക് വർദ്ധിച്ചപ്പോൾ സംവിധായകൻ ഇല്ലാത്തൊരവസ്ഥ വന്നു. സമയത്ത് സംവിധായകനെ കിട്ടാൻ ഇല്ല എന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ രചനയും സംവിധാനവും തുടങ്ങിയത്. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്തതും ഏറെ വേദികൾ കളിച്ചതുമായ നാടകം 12 മക്കളെ പെറ്റൊരമ്മ. അതാണ് ഞാൻ ആദ്യമായിട്ട്. പറഞ്ഞതുപോലെ കൊല്ലം ലൂണയ്ക്ക് വേണ്ടി എഴുതിയ 12 മക്കളെ പെറ്റൊരമ്മ എന്ന നാടകം സംസ്ഥാന നാടക മത്സരത്തിൽ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് 2 തവണ വരെ അത് കളിക്കുകയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വിധി വന്നപ്പോൾ അതിൽ ഒരു സമ്മാനവും ഈ നാടകത്തിന് ലഭിച്ചില്ലെന്നും
കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി അനുഭവങ്ങളെ കുറിച്ചൊന്ന് പറയാം. ആ കേട്ടതായ സംഭവം ശരിയാണ്. അന്ന് നാടക മത്സരം നടന്നത് കാസർഗോഡ് കുറ്റികോൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ 12 നാടകങ്ങൾ മത്സരത്തിനുണ്ടായിരുന്നു. ഈ മറ്റുള്ള നാടകങ്ങളൊക്കെ അവതരിപ്പിച്ച് എല്ലാം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് 9 നാടകങ്ങൾ വരെ അവതരിപ്പിച്ചു. 10ാമത്തെ നാടകമായിരുന്നു 12 മക്കളെ പറ്റുന്നത്. അത് അവതരിപ്പിക്കാൻ ചെന്നപ്പോൾ ജനസമുദ്രം. അന്ന് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നാടകം കാണാനായി കുറേ പേർ അകത്ത് കയറി ടിക്കറ്റ് കിട്ടാത്തവർ വെളിയിൽ കാത്തുനിന്നു. നാടക മത്സരം കഴിഞ്ഞു. നാടകം തീർന്നപ്പോൾ വെളിയിൽ കാത്തുനിന്ന പ്രേക്ഷകരെല്ലാം കൂടി തള്ളിക്കയറി വന്നു. അവർ ടിക്കറ്റ് എടുത്ത് നാടകം കൊണ്ടുപോകാം, ഞങ്ങൾക്ക് ഈ നാടകം കണ്ടേ പറ്റുമെന്ന് ആവശ്യപ്പെടുകയും. അപ്പോൾ ജഡ്ജസ് പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു, ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി ഇത് അവതരിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഇവിടുത്തെ സംഘാടകരാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവർ പോയി. സംഘാടകർ പറഞ്ഞ് അങ്ങനെ പ്രേക്ഷകർക്ക് നാടകം കണ്ടേ മതിയാകുമെങ്കിൽ അതിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, നിങ്ങൾ അവതരിപ്പിച്ചോളാം. അങ്ങനെ ഒരു തവണ കൂടി ആ നാടകം ആ വേദിയിൽ അവതരിപ്പിച്ചു. മലയാള പ്രൊഫഷണൽ നാടക മത്സരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജനപ്രീതി മൂലം ജനങ്ങളുടെ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം നാടകം ഒരു സ്റ്റേജിൽ 2 പ്രാവശ്യം അവതരിപ്പിച്ചു. അത്രയും ജനശ്രദ്ധ പിടിച്ചു പറ്റിയ നാടകത്തിൽ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് പോലും ജഡ്ജിങ് കമ്മിറ്റി തന്നില്ല. അത്രയ്ക്ക് അവഗണിച്ചു വന്നു ആ നാടകത്തെ. അങ്ങനെ ഒരു സംഭവം എൻ്റെ നാടക ജീവിതത്തിലുണ്ടായി. അന്ന് ജൂറി ഈ നാടകത്തിന് അവാർഡിനെ തിരഞ്ഞെടുക്കാത്തത് നമ്മുടെ കിഴക്കനാട് നാടിൻ്റെ തന്നെ വലിയൊരു തീരാ നഷ്ടമാണ്. ആ പ്രതിഷേധം ഞങ്ങൾ നാടിൻ്റെ പ്രതിഷേധമായി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അങ്ങക്ക് ഇതുവരെ നാടകലോകത്തുനിന്ന് ഒരുപാട് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഏതാണെന്ന് കൂടെ? നാടകരചനയ്ക്ക് സംവിധാനത്തിനും ഒക്കെ ബഹുമതികൾ ഒത്തിരി ലഭിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ടാസ്, പറവൂർ EMS സാംസ്കാരിക കലാവേദി, അങ്ങനെ വലിയ വലിയ സാംസ്കാരിക സംഘടനകളിൽ നിന്നും രചനയ്ക്കും സംവിധാനത്തിനും നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യമായി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് ലഭിക്കുന്നത് 2002-ലാണ്. നിറ നിറയൂ നിറ എന്ന നാടകത്തിനാണ് അന്ന് അവാർഡ് ലഭിച്ചത്. നമ്മുടെ നാടുകളിലുള്ള നിലങ്ങൾ നികത്തി കൃഷി ചെയ്യാതെ തരിച്ചിടുക, ഫ്ലാറ്റ് പണിയുക തുടങ്ങിയ പ്രവണതകൾക്കെതിരെ അത് പാടില്ലെന്നും ഇവിടെ നെൽകൃഷി ഈ നാടിൻ്റെ ജീവനാണെന്നും അതിവിടെ നിലനിൽക്കണമെന്നും ഉള്ള സന്ദേശമാണ് 2002-ൽ നിറ നിറയോ നിറ എന്ന നാടകത്തിലൂടെ ഞാൻ നൽകിയത്. അതിനാണ് മികച്ച രചനയ്ക്കുള്ള അവാർഡ് കിട്ടിയത്.
വാൽമീകം എന്ന നാടകത്തിന് സാംസ്കാരിക സംഘടനകളുടെ അവാർഡ് അനവധി ലഭിച്ചിട്ടുണ്ട്. എല്ലാ അവാർഡുകളും കിട്ടിയത് വാൽമീകം എന്ന നാടകത്തിനല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിറ നിറയോ നിറ എന്ന നാടകത്തിനാണ് 2002 ആദ്യത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടുന്നത്. പിന്നീട് 2009 ഏറ്റവും മികച്ച നാടകത്തിൻ്റെ അവാർഡ് വിശപ്പിൻ്റെ പുത്രൻ എന്ന നാടകത്തിന് കിട്ടിയത്. മൂന്നാമത് അവാർഡ് കിട്ടുന്ന 2009 പൂന്താനം, ഭക്തകവി പൂന്താനം, രമണൻ എന്നീ 2 നാടകങ്ങളുടെ രചനയെ പരിഗണിച്ചാണ് 2009 അവാർഡ് കിട്ടുന്നത്. 2013 സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ ബഹുമതി കിട്ടുന്നത്. അത് 30 വർഷത്തെ നാടക സേവനത്തിനുള്ള പുരസ്കാരമായിരുന്നു. അങ്ങനെയാണ് അവാർഡുകൾ കിട്ടിയിട്ടുള്ളത്. അങ്ങയുടെ 200ഓളം നാടകങ്ങളിൽ ഏറ്റവും സ്വാധീനിച്ച കഥയും കഥാപാത്രവും ഏതാണ്? എൻ്റെ നാടകങ്ങളിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചതും ഏറ്റവും അധികം ജനപ്രീതി നേടിയതുമായ നാടകമാണ് ആട്ടവിളക്ക്. കൊല്ലം അജന്ത ആ നാടകം അവതരിപ്പിച്ചത്. ആ നാടകം സംവിധാനം ചെയ്തത് സംവിധാന പ്രതിഭയായ കരകുളം ചന്ദ്രൻ. ആ നാടകം 2-3 വർഷം വളരെ ആവേശത്തോടെ ജനങ്ങളെ ഏറ്റുവാങ്ങി 10,000 സ്റ്റേജുകളിൽ ആ ആട്ടവിളക്ക് നാടകം അവതരിപ്പിച്ചു. ആ ഒറ്റ നാടകത്തിലാണ് അജന്ത എന്ന് പറയുന്ന നാടക സമിതി എസ്റ്റാബ്ലിഷ് ആയതും അദ്ദേഹം സ്വന്തമായി ഒരു വാഹനമെടുത്തതും അദ്ദേഹത്തിൻ്റെ സമിതിക്ക് ലേവരൊക്കെ ഉണ്ടാക്കി കൊടുത്ത നാടകമാണ് ആട്ടവിളക്ക്. അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേദികൾ കളിച്ചിട്ടുള്ള നാടകമാണ് കുഞ്ചൻ നമ്പ്യാർ. അത് അവതരിപ്പിച്ചത് തിരുവനന്തപുരം അശ്വതി തിയേറ്റേഴ്സാണ്. ആ കുഞ്ചൻ നമ്പ്യാർ നാടകം കഴിഞ്ഞ വർഷവും തൃശ്ശൂരുള്ള ഒരു സമിതി എൻ്റെ അനുഭവത്തോടുകൂടി കളിക്കുകയുണ്ടായി. അന്ന് അക്കാലത്ത് മൊബൈൽ ഫോണോ മറ്റ് ഇന്നത്തെ കണക്കുള്ള സാങ്കേതിക സൗകര്യങ്ങളൊന്നും വളർന്നിട്ടില്ല. എവിടെയോ വെച്ച് സിനിമാ സംവിധായകനായ ഭരതൻ ആ നാടകം കാണാൻ ഇടയാവുകയും അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുകയും എൻ്റെ നമ്പർ തേടി പിടിച്ച്. അന്ന് എനിക്ക് വീട്ടിൽ പോലും ഫോണില്ല. പക്ഷെ അന്ന് ഈ നാടകത്തിൻ്റെ ഷോ കാർഡുകൾ കടയിലൊക്കെ നോക്കിയിട്ട് അപ്പോൾ അതിൽ നിന്ന് ആ അശ്വതിയുടെ ഓഫീസിലെ നമ്പർ കുറിച്ചെടുത്ത് ആ നമ്പറിൽ വിളിച്ചപ്പോൾ സെക്രട്ടറി എന്നെ വിളിച്ചു. ഞാൻ സിനിമാ സംവിധായകൻ ഭരതൻ സാറിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഭരതൻ്റെ നമ്പറിൽ മദ്രാസിൽ വിളിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, മോഹൻലാലിനെ വച്ച് നിങ്ങളുടെ കുഞ്ചൻ നമ്പ്യാർ സിനിമയാക്കാൻ താല്പര്യമുണ്ട്. എന്താ നിങ്ങൾക്ക് അതിൻ്റെ തിരക്കഥാ സംഭാഷണം ആ നാടകം വിട്ടിട്ട് അത് തിരക്കഥയാക്കി എഴുതി തന്നൂടെ എന്ന് ചോദിച്ചു. എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനും ഭരതനും പോയി മോഹൻലാലിനെ കണ്ടു. അന്ന് മോഹൻലാൽ ഇത്രയും ടോപ്പിലൊന്നും എത്തിയില്ലെങ്കിൽ ടോപ്പാണ്. അദ്ദേഹം സന്തോഷത്തോടുകൂടി കുഞ്ചൻ നമ്പ്യാരുടെ വേഷം ചെയ്യാമെന്ന് പറഞ്ഞു. തുള്ളൽ പഠിക്കാമെന്ന് പറഞ്ഞു. എല്ലാ വാക്കുകളും തന്നു. വളരെ ആത്മവിശ്വാസത്തോടു കൂടി ആണ് അന്ന് അവിടെ നിന്ന് പിരിഞ്ഞത്. പക്ഷേ ഭരതേട്ടൻ പെട്ടെന്ന് മരിച്ചു. മാത്രമല്ല കുഞ്ചൻ നമ്പ്യാർ മോഹൻലാൽ എടുക്കാൻ പറ്റിയ വേഷമല്ല. അത് കുഞ്ചൻ നമ്പ്യാരുടെ ശരീരഭാഷ അതല്ലായിരുന്നു, മെലിഞ്ഞിരിക്കുകയത്. ഒരിക്കലും മോഹൻലാൽ ആ വേഷത്തിന് പറ്റിയ ആളല്ല എന്ന് അന്ന് ജീവിച്ചിരുന്ന തകഴി ശിവശങ്കരപ്പുള്ള ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയും ഇവിടുത്തെ പ്രസിദ്ധീകരണങ്ങൾ അത് ഏറ്റെടുക്കുകയും വലിയ പരസ്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഭരതേട്ടൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ മോഹൻലാൽ ഡേറ്റ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഭരതേട്ടൻ്റെ മരണം കൂടി ആയപ്പോഴാണ് ആ പ്രോജക്റ്റ് മുടങ്ങിപ്പോയത്. അതാണ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള നാടകവും എനിക്ക് പ്രസിദ്ധി ഉണ്ടായിരുന്നത്. അങ്ങയുടെ നാടകങ്ങൾ ഏറ്റവും കൂടുതൽ സംവിധാനം ചെയ്തിട്ടുള്ള കരകുളം ചന്ദ്രൻ സാറാണ്. സാറുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ചൊന്ന് സംസാരിക്കുന്നു. ശ്രീമാൻ കരകുളം ചന്ദ്രൻ എൻ്റെ ഗുരുനാഥൻ മാത്രമല്ല, ജ്യേഷ്ഠ സഹോദര തുല്യരുമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ദശാസന്ധി എന്ന നാടകം അദ്ദേഹം നാഗരികാവിൽ വെച്ച് മൊത്തം കണ്ടപ്പോഴാണ് എൻ്റെ നാടകത്തിനെ അദ്ദേഹം
കണ്ടെത്തി. എന്നിട്ട് കടയ്ക്കൽ ത്രിവേണി എന്ന പ്രൊഫഷണൽ നാടക സമിതി ഓട് പറയുകയും അവർ വന്ന് എന്നെ കൊണ്ട് ഒരു നാടകം രഥം എന്ന പേരിൽ എഴുതിക്കുകയും ആ നാടകം കരകുളം ചന്ദ്രൻ തന്നെ സംവിധാനം ചെയ്യുകയും ചെയ്തു. അന്നു മുതൽ ആരംഭിച്ച സൗഹൃദ ബന്ധം അദ്ദേഹം യാത്ര പറഞ്ഞ് വേദിയോടും ഈ ഭൂമിയോടും യാത്ര പറഞ്ഞ് പോകും വരെ അഭംഗുരം തുടർന്നിരുന്നു. അദ്ദേഹം ഈ ലോകം വിട്ടുപോയത് പ്രൊഫഷണൽ നാടക രംഗത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണെന്ന കാര്യം വേദനയോടുകൂടി ഓർക്കുന്നു. നമ്മൾ ഇതുവരെ നാടകങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ ഒരുപാട് സിനിമകൾക്കും സീരിയലുകൾക്കും തിരക്കഥ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമായി തിരക്കഥ എഴുതിയ സിനിമയും സീരിയലിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ ആദ്യമായി എഴുതുന്ന സിനിമ കഥാനായകനാണ്. ജയറാം നായകനായ കഥാനായകൻ. അത് മണി ഷൊർണൂർ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ എഴുത്തുകാരൻ്റെ കഥയാണ്. അദ്ദേഹം ആ കഥ എന്ന് പറഞ്ഞൊരു കൂട്ടുകുടുംബത്തിൻ്റെ കഥ. 65ഓളം കഥാപാത്രങ്ങളുണ്ട്. ആ 65ഓളം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് അവർക്കുള്ള പരസ്പര ബന്ധം, അവരുടെ പേര്, ഇതെല്ലാം ഉണ്ടാക്കി അതിന് സംഭാഷണം എഴുതിയതാണ് ആദ്യത്തെ എൻ്റെ സിനിമാ ചരിത്രത്തിൻ്റെ സംഭവം. അത് വളരെ ജനപ്രീതി സമ്പാദിച്ചു. തിരുവനന്തപുരം മെയിൻ സെൻറ്ററിലൊക്കെ 101 ദിവസവും ആ സിനിമ അവതരിപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം എന്ന കോമഡി സിനിമയായിരുന്നു. അത് ഭാമാവിജയം എന്ന പേരിലുള്ള ഒരു തമിഴ് സിനിമ. അവിടെ നിന്ന് സ്റ്റോറി റൈറ്റ് വാങ്ങിയാണ് ഇവിടെ തിരക്കഥ എഴുതി, അതിന് സംഭാഷണം എഴുതി. അതും നല്ല വിജയമായിരുന്നു. പിന്നെ മൂന്നാമത് എഴുതിയ സിനിമയാണ് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. ഞാൻ എഴുതിയ സിനിമയിൽ ഏറ്റവും കൂടുതൽ കോടികൾ കൊയ്തത് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന സിനിമയാണ്. അത്ര ജനപ്രീതിയായിരുന്നു അത്. അത് കഴിഞ്ഞ് തിരക്കഥയും സംഭാഷണവും എഴുതിയ സിനിമയാണ് ഞങ്ങൾ സന്തുഷ്ടരാണ്. ജയറാമും മറ്റേ അഭിരാമി അവർ രണ്ടുപേരുമാണ് അന്തരിച്ചു. അങ്ങനെ 4 സിനിമകൾ, പേര് കേട്ട 4 സിനിമകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിച്ച സ്വാമി അയ്യപ്പൻ ഉൾപ്പെടെ ഒരുപാട് സീരിയലുകൾക്ക് സാറ് തിരക്കഥ എഴുതേണ്ടതായി. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം. ഞാൻ ആദ്യമായി എഴുതിച്ചത് കൃഷ്ണകൃപാസാഗരം എന്ന സീരിയലാണ്. അമൃത TV-യിലാണ് അത് വന്നത്. ആ കൃഷ്ണകൃപാസാഗരത്തിന് ശേഷം പിന്നീട് ഏഷ്യാനെറ്റിൽ ഭാഗവതം എന്ന സീരിയൽ ഒരു 500 എപ്പിസോഡ് എഴുതി. അപ്പോഴാണ് മെർലാൻഡിന് വേണ്ടിയിട്ട് സ്വാമി അയ്യപ്പൻ എന്ന സീരിയൽ എഴുതാനുള്ള അവസരം ലഭിച്ചു. സ്വാമി അയ്യപ്പൻ വളരെയേറെ ജനപ്രീതി സമ്പാദിച്ച സീരിയലാണ്. അത് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു മണ്ഡലക്കാലത്ത് തുടങ്ങി നിർത്തിയത്. ഇപ്പോൾ വീണ്ടും മണ്ഡലകാലമായപ്പോൾ, ശബരിമല സീസണായപ്പോൾ അത് വീണ്ടും സ്വാമി അയ്യപ്പൻ ഒന്നുകൂടി എഴുതേണ്ട സാഹചര്യവും ഉണ്ടായി. ഞാൻ 2 തവണ സ്വാമി അയ്യപ്പൻ ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഭാഗവതത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് സാമൂഹ്യ സബ്ജക്റ്റായ അഗ്നിപുത്രി, ഒരു പ്രേതത്തിൻ്റെ കഥ ആണത്. ഒരു 300 എപ്പിസോഡ് ഉണ്ടായിരുന്നു. അത് റോസ് പെറ്റൽസ് എന്ന സമിതിക്ക് വേണ്ടിയിട്ട് ആ സീരിയൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്ന സീരിയൽ ഏഷ്യാനെറ്റിൽ വന്നത്. അത് തുടങ്ങിയ 50 എപ്പിസോഡ് വരെ ഞാനാണ് എഴുതിയത്. പിന്നീട് എനിക്ക് വേറെ സീരിയൽ വന്നത് മൂലം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അമ്മ സീരിയലും എഴുതിയിട്ടുണ്ട്. ഈ സീരിയലുകളെല്ലാം വളരെയധികം ജനപ്രീതി ആർജിച്ചതാണ്. ഇപ്പോൾ സ്വാമി അയ്യപ്പന് ശേഷം ഇത്തിക്കര പക്കി എന്ന സീരിയൽ സൂര്യ ചാനലിന് വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിച്ചതും ആ ഷൂട്ടിങ് നിർത്തിയത്. അങ്ങനെ അത് മുടങ്ങിയതുകൊണ്ട് ഇപ്പോൾ ഈ
പ്രതിബന്ധങ്ങളൊക്കെ തീരും വരെ കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ വീട്ടിൽ സീരിയലൊന്നും എഴുതാതെ വായനയിൽ മുഴുകിയിരിക്കുന്ന സമയമാണ്. ഈ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ജനജീവിതത്തെ സമീപിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഒരുപാട് കലാകാരന്മാരുടെ ജീവിതത്തെയും ഇത് നന്നായി ബാധിക്കുകയുണ്ടായി. ഈ കൊറോണ സാറിൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളും ഇതിനെക്കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായങ്ങളും എന്ന് പറയാം. ഈ കൊറോണ എന്ന മഹാമാരി ലോകത്തിൻ്റെ തന്നെ താളം തെറ്റിച്ചിരിക്കുന്നൊരു സമയമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും കാലത്തെ കലാജീവിതത്തിനിടെ ഒരു 10 ദിവസം പോലും തികച്ച് വീട്ടിൽ വന്ന് നിൽക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. തിരക്കോട് തിരക്കാണ്. ഞാൻ ഏകദേശം 4-5 മാസമായി ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇനി നാടക കലാകാരന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മെയ് തൊട്ട് ജൂൺ ജൂലൈ വരെയാണ് സീസൺ. ഓരോ പ്രൊഫഷണൽ നാടകക്കാർക്കും 100-150 നാടകങ്ങളൊക്കെ ബുക്ക് ചെയ്തിരുന്നത് എല്ലാം ആ ഉത്സവ സീസണായപ്പോൾ ആള് കൂട്ടം ചേരാൻ പാടില്ല എന്ന കാരണത്താൽ അതെല്ലാം നിരോധിക്കുകയും ഈ ബുക്ക് ചെയ്ത നാടകങ്ങളെല്ലാം ക്യാൻസലാവുകയും ചെയ്തു. അങ്ങനെ കലാകാരന്മാർക്ക് കിട്ടേണ്ടതായ പ്രതിഫലം, അവർക്ക് ജീവിച്ചു പോകാനുള്ള മാർഗം അബ്ബയെ മുട്ടിപ്പോയി. എത്ര കലാകാരന്മാരാണ് ജീവിതമാണ് പട്ടിണിയിൽ ആയത് എന്നത് ഏറെ ഖേദകരമാണ്. അവർക്ക് വേണ്ടി സർക്കാർ ചില ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ചിലതൊക്കെ കൊടുക്കുകയും ചെയ്തു. എന്നാലും ഒരു പുതിയ നാടകം പോലും ഒന്ന് അവതരിപ്പിക്കാൻ, റിഹേഴ്സൽ ചെയ്യാനോ അവതരിപ്പിക്കാനോ ആകാത്ത അവസ്ഥയിലാണ്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ കൊറോണ മൂലം നാടക ലോകത്തെയും കഥാപ്രസംഗ ലോകത്തെയും മറ്റുള്ള കലാരംഗങ്ങളിലെയും കലാകാരന്മാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതെല്ലാം അധികം വൈകാതെ തന്നെ പരിഹൃതമാകുമെന്ന് നമുക്ക് ആശ്വസിക്കാം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിലെ പ്രശസ്തമായ സാംസ്കാരിക സംഘടനകളിൽ ഒന്നായ നമ്മുടെ നാട്ടിലെ കേളിയും അങ്ങുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? 27 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചായക്കടയുടെ ചായ്പിലാണ് കേളി എന്ന സംഘടനയുടെ അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആദ്യ ചർച്ചകൾ നടന്നു. അതിൽ ഞാനും സംബന്ധിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടതും ഇങ്ങനെ വളരെ ലളിതമായ ഒരു രീതിയിലായിരുന്നു. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബഹുദൂരം സഞ്ചരിച്ച് അത്യുന്നതങ്ങളിലെത്തിയതുപോലെ കേളിയും ബഹുദൂരം സഞ്ചരിച്ച് പല മേഖലകളിലും പരമഗാഥയിലെത്തി നിൽക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ രക്ഷാധികാരികളിൽ ഒരുവനാണ് ഞാൻ. ആ സംഘടന ഈ നാട്ടിൽ വന്നതുമൂലം ഉണ്ടായിട്ടുള്ള പരിവർത്തനങ്ങൾ, ഈ നാട്ടിലെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും എല്ലാം ഉറങ്ങിക്കിടക്കുന്ന കലാപരമായ കഴിവുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് അത് അവതരിപ്പിക്കാൻ വേണ്ട വേദികൾ ഒരുക്കി കൊടുക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് കേളി. കേളിയുടെ ആഭിമുഖ്യത്തിൽ വോളിബോൾ സംഘമുണ്ട്, നർത്തക സംഘമുണ്ട്. അങ്ങനെ പല മേഖലകളിലും ഉള്ള അനവധി പ്രസിദ്ധരായ കലാകാരന്മാരെ വാർത്തെടുക്കാനും ഈ സംഘടന മൂലം സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ കേളി നാടക വേദി വളരെ പ്രസിദ്ധമാണ്. ഒരുപാട് നാടക കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെല്ലാം ചേർന്ന് ഓരോരോ നാടകങ്ങൾ അവതരിപ്പിച്ച് അത് ഈ കേരളമെമ്പാടും കൊണ്ടുപോയി അവതരിപ്പിച്ച് എല്ലാ പ്രൈസുകളും നേടിയ ഒരു പാരമ്പര്യവും ഈ സംഘടനയ്ക്കുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ നാടിൻ്റെ അഭിമാന സ്തംഭമായി കേളി
ഉയർന്നു നിൽക്കുന്നു. അത് നമ്മുടെ നാട്ടിന് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാണെന്നുള്ള കാര്യം നിസ്സംശയം പറയാം. നമുക്ക് വേണ്ടി സാറിൻ്റെ ഇത്രയും സമയം, സാറല്ല എൻ്റെ അപ്പൂപ്പനാണ്, അച്ഛൻ്റെ മാമനാണ്, ഇത്രയും സമയം മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ഞെക്കിയാൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോഴപ്പോഴേ തന്നെ കിട്ടുന്നതാണ്. ലൈക്ക് ചെയ്യണം, എല്ലാവരും കമൻറ്റും ചെയ്യണം.